നമസ്കാരം. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പെണ്ണ് കേസുകളില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്നൊരു പാർട്ടിയല്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത്. ഏതു തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ അവർ ഏതെങ്കിലുമൊക്കെ ഒരു പെണ്ണ് കേസ് കൊണ്ടുവരും. എവിടെ നിന്നെങ്കിലുമൊക്കെ പെണ്ണ് കേസ് കൊണ്ടുവന്നാൽ, നിറം പിടിപ്പിച്ച കഥകൾ അതിനു ചുറ്റും കൊണ്ടുവന്നാൽ, അവിടെയൊക്കെ വില്ലൻ വേഷത്തിലേക്ക് UDF നേതാക്കളെ സ്ഥാപിച്ച് അവർ അറമാദിക്കും. ഈ പെണ്ണ് കേസിനോട് ഞരമ്പന്മാർക്ക് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് ഞരമ്പന്മാരുടെ പാർട്ടിയായ CPIM ഇതൊരു വിനോദോപാധിയായി എടുത്തുകൊണ്ടിരിക്കുന്നു. പ്രധാന തെരഞ്ഞെടുപ്പാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും പെണ്ണ് കേസില്ലാതെ CPIM മുമ്പോട്ട് പോവുക പ്രയാസമാണ്. ഇക്കുറി അതിനു പറ്റിയ സാഹചര്യമൊന്നും അവർക്ക് ഇതുവരെ ഉണ്ടായില്ല. അതുകൊണ്ട് അവർ സുധാകരനിൽ പ്രതീക്ഷ അർപ്പിച്ച് കഴിയുകയായിരുന്നു. സുധാകരൻ ഒന്നടങ്ങിയതോടെ CPIMന് പെണ്ണ് കേസ് തപ്പി നടക്കേണ്ട സാഹചര്യമുണ്ടായി. ജനപിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമായതുകൊണ്ടാവാം രാഹുലിൻ്റെ കേസ് അവർ ഒരിടത്തും ഉപയോഗിക്കുന്നില്ല. പിഴച്ചുപോയ തന്ത്രം എന്ന നിലയിൽ രാഹുലിനെ അവർ വെറുതെ വിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് അവർ പാണക്കാട് തങ്ങളെ വില്ലൻ വേഷത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ടുമായി രംഗത്ത് വന്നത്. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റും ലക്ഷോപലക്ഷം മുസ്ലിം വിശ്വാസികളുടെ ആത്മീയ നേതാവുമായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു പെണ്ണുപിടിയനാണെന്നും ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി ബന്ധപ്പെട്ട ഒരാളെ നിരന്തരം അശ്ലീല ചാറ്റുകളിലൂടെ വശീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും തൻ്റെ നഗ്നചിത്രങ്ങൾ പോലും അയച്ചു കൊടുത്തു എന്നും പറഞ്ഞൊരു വിവാദം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുകയാണ്. ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി ആണാണോ പെണ്ണാണോ എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. ഷാനു എന്നു പേരുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയായിരുന്നു ആരോപണത്തിൻ്റെ തുടക്കം. അയാൾ എങ്ങനെ എഴുതി: എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. വിഷയം പരിഹരിക്കാമെന്നും പിന്നീട് വിളിച്ചറിയിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം എൻ്റെ ഫോൺ നമ്പർ വാങ്ങി. എന്നാൽ അന്ന് രാത്രി മുതൽ വളരെ മോശമായ രീതിയിലുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ലഭിച്ചത്. തുടർച്ചയായി രാത്രികാലങ്ങളിൽ അശ്ലീല പദപ്രയോഗങ്ങളും ചിത്രങ്ങളും അയക്കുകയും വീഡിയോ കോളുകളിലൂടെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. ആയിരക്കണക്കിന് പള്ളികളുടെ ഖാളി പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്നാണ് ഇത്തരമൊരു ദുരനുഭവം എനിക്കുണ്ടായത്. ഇവിടെ നൽകിയിരിക്കുന്ന ഒരു സാമ്പിൾ ചിത്രം മാത്രമാണ്. ഏതെങ്കിലും മാധ്യമങ്ങൾ എന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള 100 കണക്കിന് തെളിവുകൾ പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ്. നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. കേരള രാഷ്ട്രീയത്തിലെ അതിശക്തനായ ഒരു നേതാവിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എൻ്റെ ജീവന് വലിയ ഭീഷണിയുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എനിക്ക് ഭയമുള്ളത്. എങ്കിലും ഇത്തരത്തിലുള്ള വ്യക്തിയുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു. പോലീസ് എൻ്റെ വിലാസം കണ്ടെത്തി എന്നെ സമീപിക്കുകയാണെങ്കിൽ എൻ്റെ ഫോണിലുള്ള മെസ്സേജുകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള സകല തെളിവുകളും കൈമാറാൻ ഞാൻ സന്നദ്ധമാണ്. ഈ പോരാട്ടത്തിൽ കേരളീയ സമൂഹത്തിന് പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനൊരു പോസ്റ്റ് ഇട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അരയ്ക്ക് മുകളിലേക്കുള്ള വസ്ത്രം ധരിക്കാത്ത 2 ചിത്രങ്ങളും ഈ ഫേസ്ബുക്ക് പേജിനൊപ്പം കൊടുത്തു. ഈ പേജ് നിർമ്മിച്ചത് തന്നെ 3 ദിവസം മുമ്പാണ്. ഇത് ബോധപൂർവം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കമ്മി ബുദ്ധിയിൽ രൂപപ്പെട്ടതാണെന്ന് തീർച്ച. അവർ വിചാരിച്ചതുപോലെ തന്നെ കമ്മികളും തീവ്ര വലതുപക്ഷക്കാരും ഇത് ഏറ്റെടുക്കുന്നു. ആവേശത്തോടു കൂടി അവർ സാദിഖ് അലി തങ്ങളെ വിചാരണ ചെയ്യുന്നു. തങ്ങൾ രാജിവെക്കണം എന്ന് പോലും ആവശ്യമുന്നയിക്കുന്നു. ഇവരൊക്കെ കരുതിയത് മുസ്ലിം ലീഗ് പ്രതിരോധത്തിലാകും, ഇതോടുകൂടി UDF ഈ കേസിൽ കുടുങ്ങിപ്പോകുമെന്നാണ്. എന്നാൽ ഇത് വ്യാജമായി നിർമ്മിച്ചതും ബോധപൂർവം സൃഷ്ടിച്ചതുമാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലായി. ഒന്നാമത് ഈ അക്കൗണ്ട് രൂപപ്പെട്ടതുപോലും 2 ദിവസം മുമ്പാണ്. എന്ന് മാത്രമല്ല 61 വയസ്സുള്ള തങ്ങളുടെ മുഖത്തെ നര വ്യക്തമായി കാണാമെങ്കിലും അതോടൊപ്പം കൊടുത്തിരിക്കുന്ന ശരീരം ഒരു ചെറുപ്പക്കാരൻ്റെതാണ്. ഒരു നരയുമില്ലാത്ത ചെറുപ്പക്കാരൻ്റെ ശരീരം. ബോധപൂർവം ഇങ്ങനെയൊരു കഥയുണ്ടാക്കി മറ്റ് ചർച്ചകളും വഴിതിരിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗം. സുധാകരൻ്റെ സീറ്റ് യുദ്ധത്തിൻ്റെ പേരിൽ ചർച്ച വഴിതിരിഞ്ഞപ്പോൾ ശബരിമലയിലെ സ്വർണ്ണമോഷണം ചർച്ചയാവാതിരുന്നത് CPIMന് വലിയ ആശ്വാസം നൽകിയിരുന്നു. അവർ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ശബരിമല ചർച്ചയാകുമ്പോഴാണ്. ശബരിമല ചർച്ചയായാൽ ഹൈന്ദവ വിശ്വാസികളുടെ വ്രണപ്പെട്ട വികാരം വീണ്ടും ഉണരുമെന്നും അത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. അതൊഴിവാക്കാൻ വേണ്ടിയാണ് മറ്റൊരു ചർച്ചയ്ക്ക് വേണ്ടി അവർ ശിഹാബ് തങ്ങളെ പിടിച്ചിട്ടത്. എന്നാൽ ഞൊടിയിടയിൽ മുസ്ലിം ലീഗ് പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതോടുകൂടി പോസ്റ്റ് അപ്രത്യക്ഷമായി. ഈ വാർത്ത കൊടുത്തിരുന്ന ജന്മഭൂമിയും ജനവും അടക്കമുള്ളവർ ആ വാർത്ത പിൻവലിച്ചു. സഖാക്കൾ തന്നെ ഇത് കാഫിർ സ്ക്രീൻഷോട്ട് പോലെ മറുപടിയായി മാറുമോ എന്ന് ഭയന്ന് തങ്ങളുടെ സംരക്ഷകരായി രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യം തങ്ങൾക്ക് വേണ്ടി രംഗത്തെത്തിയതും അതിശക്തമായി യുദ്ധം നയിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ എഴുതി: ജനം മുഖത്തടിച്ച് ആട്ടുമെന്നുറപ്പായപ്പോൾ
പലവിധ ഉഡായിപ്പുകളുമായിട്ടാണ് അന്തം കമ്മികൾ ഇറങ്ങിയിരിക്കുന്നത്. അതിലേറ്റവും ഹീനമായ ഒന്നാണ് മതേതര കേരളത്തിൻ്റെ നായകൻ പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള വ്യാജ പ്രചരണം. കാഫിർ സ്ക്രീൻഷോട്ട് കൊണ്ട് പഠിക്കാത്തവർ വീണ്ടും വ്യാജ നമ്പറുകളുമായി വരുമ്പോൾ കേരളം മുഖമടച്ച് മറുപടി തരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പഴയ പല നേതാക്കളും മരിച്ചിട്ടും മരിക്കാതെ നിൽക്കുന്നത് സഖാവ് കുമാരപിള്ളയും ആ തന്ത്രങ്ങളുമാണ്. 10 വർഷം നാടു ഭരിച്ചിട്ടും ഈ വ്യാജ സ്ത്രീ വിഷയങ്ങളല്ലാതെ വേറൊന്നുമില്ലേ പറയാൻ? ഈ വൃത്തികേടിനു കൂടി ചേർത്ത് വിജയൻ സേനയ്ക്ക് ഈ നാട് മറുപടി പറയും, മതേതര കേരളത്തിൻ്റെ നായകനൊപ്പം. ഇത്തരത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കം ലീഗ് നേതാക്കളും UDF നേതാക്കളും അടക്കം സകലരും സോഷ്യൽ മീഡിയയിലൂടെ പിന്തുണയുമായി രംഗത്ത് വരികയാണ്. ഇതോടുകൂടി കാഫിർ സ്ക്രീൻഷോട്ട് പോലെ തിരിച്ചടിക്കും എന്ന് ഭയന്ന് സഖാക്കൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ലീഗിൻ്റെ തലയിൽ വെച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇക്കുറി തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് മത്സരരംഗത്ത് നിന്ന് മാറാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടും പാർട്ടി നിർബന്ധിച്ചതുകൊണ്ട് മത്സരിക്കുന്ന KT ജലീലിനെ പെട്ടെന്ന് അപകടം തിരിച്ചറിഞ്ഞു. ജലീൽ ഇങ്ങനെ എഴുതി: സാദിഖ് അലി തങ്ങളെ അപമാനിക്കാനുള്ള ശ്രമം കരുതിയിരിക്കുക. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ ഉൾക്കൊള്ളുന്ന തൊഴുവാനൂർ മഹലിൻ്റെ ഖാളി കൂടിയാണ് ആദരണീയനായ തങ്ങൾ. അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിൽ താറടിച്ച് കാണിക്കാൻ നടത്തുന്ന കുൽസിത നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം. പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആരെയും എന്തുമാക്കാൻ സാധിക്കും. സാദിഖ് അലി തങ്ങൾ സ്കൂൾ പഠനകാലം തൊട്ട് വ്യക്തിപരമായി എനിക്കറിയാം. എൻ്റെ 3 വർഷം സീനിയറായി ചേളാരി സമസ്താലയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അന്നു മുതൽക്കേ സാദിഖ് അലി തങ്ങളെ എനിക്ക് വളരെ അടുത്തറിയാം. മാന്യമായ പെരുമാറ്റം കൊണ്ടും കുലീനമായ സമീപനം കൊണ്ടും എൻ്റെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് സാദിഖ് അലി തങ്ങൾ. രാഷ്ട്രീയമായി ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം മേലിലും തുടരും. പക്ഷേ ഒരിക്കലും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല, നടത്തുകയുമില്ല. സാദിഖ് അലി തങ്ങളുടെ സഹധർമ്മിണി സുൽഫത്ത് ബീവി PSM കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റാണ്. ഇംഗ്ലീഷും അറബിക്കിലും ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു. സാദിഖ് അലി തങ്ങൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന നിർമ്മിതി ബുദ്ധി ഉപയോഗിച്ചുള്ള ചിത്രങ്ങൾ തീർത്തും വ്യാജമാണ്. ഏത് മാന്യനെയും മോശക്കാരനാക്കാൻ ഇതുപോലെയുള്ള വഴികൾ സ്വീകരിക്കുന്നവർ ചെയ്യുന്ന മഹാപരാധം മാപ്പർഹിക്കാത്തതാണ്. ശക്തമായ നിയമ നടപടി വ്യാജ പ്രചരണങ്ങൾക്കെതിരെ സ്വീകരിക്കുമെന്ന് ലീഗ് നേതൃത്വം നിലപാട് സ്വാഗതാർഹമാണ്. പോലീസ് ശക്തമായ ഇടപെടൽ നടത്തണം. കുറ്റക്കാരെ കർശനമായി ശിക്ഷിക്കണം. മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഗൗരവം ധരിപ്പിക്കും. ഇക്കാര്യത്തിൽ സാദിഖ് അലി തങ്ങൾക്കൊപ്പം. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ഡോക്ടർ KT ജലീലിന് അറിയാവുന്നതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം ചാടിയിറങ്ങിയത്. അല്ലെങ്കിൽ തന്നെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർ ഓർക്കേണ്ടത് പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ സർവാധികാരിയായ ഒരാൾക്ക് പെണ്ണിനോ ആണിനോ ഒരു പഞ്ഞവും ഉണ്ടാവില്ല എന്നതാണ്. ഒരു ദിവസം സഹായം അഭ്യർത്ഥിച്ച് മെസ്സേജ് അയച്ച ഒരാൾ ആണാണോ പെണ്ണാണോ എന്ന് പോലും പരിശോധിക്കാതെ അയാൾക്ക് നഗ്ന വീഡിയോ അയച്ചു കൊടുക്കാൻ മാത്രം ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുക. തങ്ങളുടെ ലൈംഗിക തൃഷ്ണ നിയന്ത്രിക്കാനാവാത്ത വിധം വലുതാണെങ്കിൽ പോലും ആവശ്യത്തിന് അത് സപ്ലൈ ചെയ്യാനുള്ള വഴികൾ അവർ കൊണ്ടുനോക്കണം. അല്ലാതെ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് നഗ്ന വീഡിയോകൾ അയച്ചു കൊടുക്കാൻ മാത്രം വിഡ്ഢിയാണെങ്കിൽ ഒരിക്കലും തങ്ങൾ ഈ പദവിയിലെത്തില്ല. തങ്ങൾ കുടുംബം സമൂഹത്തിൽ ആദരിക്കപ്പെടില്ല. ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾ ഒരിക്കലും മറച്ചു വയ്ക്കാതെ തിരിച്ചറിയാൻ സമൂഹത്തിന് കഴിയും. ദയവായി ഇത്തരം വിഡ്ഢിത്തങ്ങൾ വിളമ്പുകയും അത് ഏറ്റുപിടിച്ച് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. കാഫിർ സ്ക്രീൻഷോട്ട് പോലെ തേഞ്ഞു മാഞ്ഞു പോവരുത്. ഇത്തരക്കാരെ മര്യാദ പഠിപ്പിക്കണം. നിർമ്മിതി ബുദ്ധിയുടെ കാലത്ത് ആർക്കെതിരെയും എന്ത് വൃത്തികേടും പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ വോട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങേയറ്റം ഹീനകൃത്യമാണ്. സഖാക്കൾ എന്ന് പഠിക്കും മര്യാദയും മാന്യതയും.